കൊൽക്കത്ത കൂട്ടബലാത്സംഗത്തിനിരയായ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ പ്രതികൾ മുൻകൂട്ടി പദ്ധതിയിട്ടിരുന്നതായി പോലീസ്. പ്രതികൾക്കെതിരെ നേരത്തെയും ലൈംഗിക പീഡന പരാതികൾ ഉണ്ടായിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തി. അറസ്റ്റിലായ 2 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് പുറത്താക്കും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വിജിയാണ് ചേരുന്നത്. വിനീത, ഗുഡ് മോർണിംഗ്. ആരോപണം അല്ലെങ്കിൽ ഈ വരുന്ന പരാതികൾ അത് യാഥാർത്ഥ്യമാണെങ്കിൽ, നേരത്തെയും ലൈംഗിക പീഡന പരാതികൾ ഈ പ്രതികൾക്കെതിരെ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അതിന് പരിഹാരം കണ്ടിരുന്നില്ല, അല്ലെങ്കിൽ ആ പരാതികളിന്മേൽ അന്വേഷണം നടന്നിരുന്നില്ല എന്ന ചോദ്യമൊക്കെ ഉയരുന്നില്ലേ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം വളരെ വിശദമായി തന്നെ അന്വേഷിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ കേസിലെ പ്രധാന പ്രതിയായ മനോജിത് മിശ്രയ്ക്കെതിരെ സമാന രീതിയിലുള്ള പരാതികൾ നേരത്തെയും ഉള്ളതായി അന്വേഷണ സംഘത്തിന് ഒരു വിവരം ലഭ്യമായിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ ഇരകളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു പശ്ചാത്തലം പ്രതികൾക്കുണ്ട്. ഈ കേസിലും സമാനമായിട്ടുള്ളൊരു സംഭവം ഈ വിദ്യാർത്ഥിനി നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നുണ്ട്. ഒരുപക്ഷെ അത്തരത്തിലേക്ക് ഏതെങ്കിലും ഭീഷണിയെ ഭയന്നുകൊണ്ടാണോ കൂടുതൽ പരാതിയുമായി ആളുകൾ രംഗത്തെത്താത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘം വളരെ വ്യക്തമായി അന്വേഷിക്കുന്നുണ്ട്. അതേസമയം ഇപ്പോൾ ഈ കോളേജ്, ഈ വിദ്യാർത്ഥിനി പീഡിപ്പിക്കപ്പെട്ട ആ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാൻ കൂടി ഒരു തീരുമാനം എത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്നലെ ഈ പ്രത്യേക അന്വേഷണ സംഘം ആ കോളേജിലെത്തി ഏതാണ്ട് 17ഓളം വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തിയതായി ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഈ സംഭവം നടന്നത് വൈകിട്ടാണ്. ഈ വൈകിട്ട് ആ ക്യാമ്പസിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ അടക്കം മൊഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രതികൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലേക്കുള്ള ഒരു അക്രമ സ്വഭാവം, അവർക്ക് ഇത്തരത്തിലേക്കുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലം നേരത്തെ ഉള്ളതായിട്ടും അന്വേഷണ സംഘത്തിന് വിവരം ലഭ്യമായിട്ടുണ്ട്. എന്നിട്ടും ഈ പ്രതികൾ എങ്ങനെ ആ കോളേജിൽ തുടർന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. നേരത്തെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ കോളേജിൽ നിന്ന് വിശദീകരണം തേടിയിട്ടുണ്ടായിരുന്നു. ഒരു കോളേജിൽ ഒരുക്കേണ്ടതായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. അവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് അതിൽ ഏതെങ്കിലും തരത്തിൽ പാളിച്ചയുണ്ടായോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ കേസിലെ 3 പ്രതികളിൽ 2 പേർ ഈ കോളേജിലെ തന്നെ വിദ്യാർത്ഥികളാണ്. ഒരാൾ മുൻ വിദ്യാർത്ഥിയാണ് ഈ പ്രധാന പ്രതി. ഒപ്പം തന്നെ മറ്റൊരു പ്രതി ഈ കോളേജിലെ തന്നെ ഗാർഡാണ്. ഈ ഗാർഡിന്റെ മൊഴിയിൽ പറയുന്നത് തന്നെ ഇവർ ബന്ധിച്ചിരിക്കുകയായിരുന്നു, തനിക്ക് ഒരു ഇടപെടൽ നടത്താൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ ഈ പ്രതികൾ തന്നെ വിലക്കിയെന്നാണ്, ഈ വിദ്യാർത്ഥികൾ തന്നെ വിലക്കിയെന്നാണ് ഈ ഗാർഡ് മൊഴി നൽകിയിരിക്കുന്നത്. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതികളിൽ 2 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് കോളേജിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ വളരെ വ്യക്തമായി അന്വേഷണ സംഘം പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്റ്റീന, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിനീത വിജി.